Well, now it is time to invite the Honorable Minister, Sri George Kurian, for his inaugural address, followed by the launch of NSS Delhi's dream project, Sri Vidyadhiraja Vidyapitham, a digital academy that seeks to promote the philosophy of Vidyadhiraja Chattambi Swamigal. Though there are several academic organizations in the name of Chattambi Swamigal, perhaps Sri Vidyadhiraja Vidyapitham is first of its kind to propagate the Renaissance age of Kerala beyond the boundaries of state and the nation. There are several feathers on the hat of the minister. He's a successful lawyer and the first Malayali to become the vice chairman of the National Commission for Minorities. It is our privilege to have you on this solemn occasion, sir. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ MKG പിള്ള, പൂജ്യസ്വാമി നിജ അമൃതാനന്ദ പുരി ജി, പ്രൊഫസർ ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ, ശ്രീ MD ജയപ്രകാശ്, ശ്രീ ബാബു പണിക്കർ, ശ്രീ SP നായർ, ശ്രീ MG രാജശേഖരൻ നായർ, ശ്രീ R വിജയൻപിള്ള, ശ്രീ KP മേനോൻ, ശ്രീ N വേണുഗോപാൽജി, ശ്രീ SK നായർ, ശ്രീ രഘുനാഥ്, ശ്രീ സുരേഷ് നായർ, ശ്രീ രാജ്കുമാർ ഭണ്ഡാരത്തിൽ, ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ആദ്യമായി നായർ സർവീസ് സൊസൈറ്റി ഡൽഹിയുടെ സേവനങ്ങളെ ഞാൻ ആദ്യമായിട്ട് പ്രശംസിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാധിരാജ വിദ്യാപീഠം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ വിളിച്ച NSSനോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. സാധാരണ രീതിയിൽ ആധ്യാത്മിക, മത, സാമൂഹ്യ പരിപാടികളിൽ പോകുമ്പോൾ ഞാൻ തുടങ്ങുന്നത് എൻ്റെ ഗുരുവിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിൽ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങും. സ്കൂളുകളിലാണെങ്കിൽ എൻ്റെ ഗുരുനാഥനുണ്ട്, സ്കൂളിൽ പഠിപ്പിച്ച സോമൻ സാറിനെ പറ്റി പറയും. അതുകൊണ്ട് തന്നെ ഇത് പലരും കേട്ട് ആവർത്തന വിരസത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ രാഷ്ട്രീയ ഗുരു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ O രാജഗോപാൽജിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന ചില കാര്യങ്ങളുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ആചാര്യൻ വന്നു. ആചാര്യൻ വന്ന അവസരത്തിൽ അദ്ദേഹത്തിലുണ്ടായ ഭാവവ്യത്യാസങ്ങൾ അത് ഞാൻ ശ്രദ്ധിച്ചു. സാധാരണ രീതിയിൽ അങ്ങനെയുള്ളവർ വരുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചെയ്യുന്നു. അദ്ദേഹത്തിലുണ്ടാകുന്ന വെപ്രാളങ്ങൾ, ആചാര്യൻ ഇസ്ലാമിക് ആചാര്യനായിരുന്നു, കേരളത്തിൽ നിന്നുള്ള. അപ്പോൾ ഇതെല്ലാം വളരെ കൗതുകത്തോടു കൂടി ഞാൻ നോക്കി നിന്നു. അതിനുശേഷം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ രാജേട്ടനോട് ഞാൻ ചോദിച്ചു, രാജേട്ട എന്തു പറ്റി? ഒരു വലിയ വെപ്രാളം കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആചാര്യന്മാരൊരിക്കലും വെറുതെ ആചാര്യന്മാരാകില്ല. ദൈവം തീരുമാനിക്കാതെ ആരും ആചാര്യനാവില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കുണ്ട്. എല്ലാവരും മനുഷ്യരാണ്, അവരിലും തെറ്റുകളും കുറ്റങ്ങളും. വർഷങ്ങൾക്ക്
വർഷങ്ങൾ ചിന്തനം നടത്തിയതിന് ശേഷമാണ് അത് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞത്, ദൈവവിശ്വാസികൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും പരസ്പരം സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് നമുക്ക് മനസ്സിലാവും. അടുത്ത് അദ്ദേഹം പറഞ്ഞത് അതൊരു ദൈവാരാധനയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണിയല്ലോ അതെന്താണെന്ന്. അപ്പം ഞാനൊരു സംശയത്തോടു കൂടി അദ്ദേഹത്തെ നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ദൈവത്തിന് നീ ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേരിൽ നീ ദൈവത്തെ മറ്റൊരാൾ വേറൊരാളുടെ ദൈവമാണെന്ന് ശരി. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദൈവമേ ഉള്ളൂ. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, ഒരു ദൈവമേ ഉള്ളൂ. അപ്പം നിൻ്റെ ദൈവമാണേലും എൻ്റെ ദൈവമാണേലും ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മക്കളല്ലേ നമ്മൾ. അപ്പോൾ മക്കൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കഴിയുന്നത് കാണുമ്പോൾ ആർക്കാണ് സന്തോഷമുണ്ടാകാതിരിക്കുന്നത്, പ്രീതി ഉണ്ടാകാതിരിക്കുന്നത്? ആ പ്രീതിക്ക് വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചാൽ അതിൽ നിന്ന് പ്രീതി കിട്ടും, ദൈവത്തിൻ്റെ പ്രീതി കിട്ടും, ദൈവത്തിൻ്റെ സന്തോഷമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവാരാധനയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വളരെ വർഷങ്ങൾ കൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നത് മനസ്സിലായത്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അത് തീർച്ചയായിട്ടും ദൈവാരാധനയാണ്, അത് ദൈവപ്രീതി ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വർഷങ്ങൾ കൊണ്ടാണ് മനസ്സിലാക്കിയത്. പിന്നെ എന്ത് കാര്യത്തിനും മന്ത്രിമാരെ വിളിക്കും. മന്ത്രിക്ക് അറിയാവുന്ന വിഷയമാണെങ്കിലും അല്ലെങ്കിലും മന്ത്രിമാരെ വിളിക്കും. ഒരിക്കലും ഡോക്ടർമാരുടെ ഒരു സമ്മേളനത്തിന് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുമില്ല, ഇതൊരു കീ നോട്ട് അഡ്രസ്സാണ്. ഞാൻ പറഞ്ഞു, ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും കീ എൻ്റെ കയ്യിൽ വേണ്ടേ ഞാൻ പറയണമെങ്കിൽ എന്നവരോട് ചോദിച്ചു. ഇത് വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചട്ടമ്പി സ്വാമികൾ, അപ്പോൾ അത് പുതിയ തലമുറ ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാകും ഈ കക്ഷി ഒരു ചട്ടമ്പിയായിരുന്നു എന്ന്. അപ്പോൾ അത് അങ്ങനെയല്ല, മോണിറ്ററായിരുന്നു. മോണിറ്ററായപ്പോൾ അദ്ദേഹത്തിന് അന്ന് ചട്ടമ്പി എന്നാണ് മോണിറ്ററിന് പേരിട്ടിരുന്നത്, ഇപ്പോഴത്തെ ചട്ടമ്പി അല്ലായിരുന്നു. അപ്പം മോണിറ്ററായിട്ടുള്ള ആ സ്വാമിയാണ് ചട്ടമ്പി സ്വാമി എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു ബ്രാഹ്മണനായിരുന്നു. മന്നത്ത് പത്മനാഭൻ്റെ അച്ഛനും ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷേ അമ്മമാർ സ്വാഭാവികമായിട്ടും നായർ സമുദായത്തിൽ പെട്ടവരായിരുന്നു. രണ്ടു പേർക്കും വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. ചട്ടമ്പി സ്വാമികൾ പഠിച്ചത് പഠിക്കാൻ പോകുന്നവരോട് ചോദിച്ചിട്ട്, കാരണം പഠിക്കാൻ പോകാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ പോകുന്നവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി. ബ്രാഹ്മണ കുടുംബങ്ങളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നത് പുറത്തു പോയി നിന്ന് കേട്ടു. അങ്ങനെയാണ് അദ്ദേഹം പഠിച്ചത്. അതിനുശേഷം അദ്ദേഹത്തെ ഒരു വിദ്യാലയത്തിലെത്തിക്കുകയും അവിടുത്തെ ഗുരു അദ്ദേഹത്തെ ചട്ടമ്പിയാക്കുകയും അങ്ങനെ അദ്ദേഹം വളരുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അവരുടെ ഈ നമ്മുടെ നവോത്ഥാന നായകന്മാർ അത് 1800-കളിലാണ് എല്ലാവരും ജനിച്ചത്. അതായത് 19-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലെ ഈ നവോത്ഥാന നായകന്മാർ എല്ലാവരും ജനിച്ചത്. അവരെല്ലാവരും പറഞ്ഞത് ഒരു കാര്യമാണ്, വിദ്യ ആർജിക്കണം. എല്ലാവരും, എല്ലാ നമ്മുടെ നവോത്ഥാന നായകന്മാരും പറഞ്ഞത് വിദ്യ ആർജിക്കണം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ എവിടെ നിന്ന് ആരൊക്കെ നോക്കിയാലും, ചട്ടമ്പി സ്വാമികളുടെ കാര്യം പറയാം, ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ ചാവറ കുര്യാക്കോസ് അച്ഛൻ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ഇവരെല്ലാം പറഞ്ഞ ആദ്യത്തെ കാര്യം വിദ്യ ആർജിക്കണം. അതുകൊണ്ടുണ്ടായ ഗുണം നിങ്ങൾക്കറിയോ? 1950 കേരളത്തിലെ സാക്ഷരത 55%. ലോകത്ത് ഒരു രാജ്യത്തും ബ്രിട്ടൻ ഒഴിച്ച്
ആ കാലഘട്ടത്തിൽ 55% സാക്ഷരത ഇല്ലായിരുന്നു. അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു 10-നും 20-നും ഇടയിലായിരുന്നു അവിടുത്തെ സാക്ഷരത. ഇപ്പം നവോത്ഥാന നായകന്മാർ നമുക്ക് നൽകിയ ഗുണങ്ങൾ അതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ശുചിത്വമാണ്. എല്ലാവരും ശുചിത്വത്തെപ്പറ്റിയാണ് പറഞ്ഞത്. ഈ വെള്ളം തിളപ്പിച്ചു കുടിക്കണം, കോളിഫോം ബാക്ടീരിയയെ പറ്റി എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അത് മെഡിക്കേറ്റഡ് ആക്കണം. അത് പറഞ്ഞു തന്നത് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളാണ്. ശുചിത്വത്തിൻ്റെ കൂടെ പറഞ്ഞു തന്ന ആ ശുചിത്വത്തിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞു തന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, സ്ത്രീകളുടെ ആരോഗ്യം നോക്കണം. സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റി വളരെ ശക്തമായിട്ട് പറഞ്ഞയാളാണ് ചട്ടമ്പി സ്വാമികൾ. അതുകൊണ്ടുണ്ടായ ഗുണമെന്ന് പറയുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 1950 ലോക നിലവാരത്തിലായിരുന്നു. നമ്മൾ എല്ലാ രാജ്യങ്ങളിലും ബ്രിട്ടൻ ഒഴിച്ച് അന്ന് 100,000-ന് ഈ നവജാത ശിശുക്കൾ മരിക്കുന്നത് ഏതാണ്ട് 100-ൻ്റെ ചുറ്റുവട്ടത്തിലായിരുന്നു. കേരളത്തിൽ 100 ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ നവോത്ഥാന നായകന്മാരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള ആ ടീച്ചിങ്സ് അത് ലോകം മുഴുവൻ അംഗീകരിച്ചു. ചട്ടമ്പി സ്വാമികളുടേത് എങ്ങനെ അംഗീകരിച്ചോ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ടീച്ചിങ് എല്ലാവരും അംഗീകരിച്ചു. അയ്യങ്കാളിയുടേതൊരു അത്ഭുതമല്ലേ? ആ കാലഘട്ടത്തിൽ അധസ്ഥിതൻ്റെ വേണ്ടി പടപൊരുതിയ, വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കണമെന്ന് പറഞ്ഞ അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, എല്ലാവരും സ്വദേശാഭിമാനി പത്രത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, രാമകൃഷ്ണപിള്ളയെ പറ്റി. നിങ്ങൾ പഠിക്കണം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ പറഞ്ഞു ശുചിത്വം വേണം. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ വളർന്നത്. പിന്നെയുള്ളത് ചാവറ കുര്യാക്കോസ്, പള്ളികളോടൊപ്പം പള്ളിക്കൂടം, നോളജ് വിത്ത് ഹോളി കമ്മ്യൂൺ ആയിരുന്നു. അതായത് കുർബാനയോടൊപ്പം, പരിശുദ്ധ കുർബാനയോടൊപ്പം ധ്യാനവും വേണം എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ കേരളം ഇത്രമാത്രം വളർന്നത്. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെയാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ആദ്യം ജനിച്ചത് ചാവറ കുര്യാക്കോസാണ്. 1805 അദ്ദേഹം ജനിച്ചു. വൈകുണ്ഠസ്വാമികൾ 1809 ജനിച്ചു. അത് കഴിഞ്ഞിട്ട് പരമ്പരകളായിട്ട് ഈ 19-ാം നൂറ്റാണ്ട് വരെയും അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ട് വരെയും ഈ ഇതുപോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജനനമായിരുന്നു കേരളത്തിലുണ്ടാക്കിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിദ്യാധിരാജ വിദ്യാപീഠം അത് ആധുനിക യുഗത്തിന് വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ടുള്ള അറിവ് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ശ്രമിച്ച ഈ നായർ സർവീസ് സൊസൈറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.